പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം വിശദമായിട്ടുള്ള രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് കൈമാറി. ആ വിശദമായിട്ടുള്ള രാജിയിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് ജന്തർ മന്ദറിലും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഉടലെടുത്തിട്ടുള്ള സാഹചര്യം രാഷ്ട്രവിരുദ്ധ ശക്തികൾ കൈയടക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട്, ഇന്ത്യയുടെ ഐക്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥിയുടെയും ഭാവി നിയമക്കുരുക്കിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥികളും അവരുടെ ഭാവിയും അവരുടെ പരീക്ഷാ വിജയവും നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ട്, അവരുടെ സമയം പ്രതാപിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ രാജി സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് അയച്ച രാജിയുടെ ഒരു രത്നച്ചുരുക്കം. ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ രാജിയുടെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെലുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആദ്യമായിട്ട് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ പല സമയത്തും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. പല ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിലും ചോദ്യപേപ്പർ ചോർച്ച ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ ചോദ്യപേപ്പർ ചോർച്ചയിലൊന്നും ഒരിടത്തും ഒരു മന്ത്രിമാരും രാജിവെച്ചതായിട്ട് നമുക്ക് അറിവില്ല. ഇവിടെയും ഇദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാൻ നേരിട്ട് ചോദ്യപേപ്പർ ചോർത്തി എന്നൊന്നും ആർക്കും ആരോപണമോ ആക്ഷേപമോ ഇല്ല. നേരെ മറിച്ച് ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ പരാജയത്തെയാണ് കാണിക്കുന്നത്. ആ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് രാജി വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പല സംസ്ഥാനങ്ങളിലും പല വിധത്തിലുള്ള ആരോപണങ്ങളും പല മന്ത്രിമാരും നേരിട്ടു. ഉദാഹരണത്തിന് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ പെട്ടു. ആ ഓഫീസിന്റെ പ്രധാന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ നിരവധി മാസങ്ങളോളം ജയിലിനുള്ളിലായി. പക്ഷേ ആ മുഖ്യമന്ത്രി ഈ ആരോപണം നേരിടുന്ന തൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ജയിലിൽ കിടക്കുന്നത്. എന്നിട്ട് പോലും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ മുഖ്യമന്ത്രി രാജിവെച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിരവധിയായിട്ടുള്ള മെഡിക്കൽ ആരോഗ്യരംഗത്ത് നിരവധിയായിട്ടുള്ള വയറ്റിൽ കത്രിക മറന്നു വെക്കുക ഓപ്പറേഷൻ സമയത്ത്, അതേപോലെ തന്നെ ചില മരണങ്ങൾ സംഭവിക്കുക. ഒരു അടുത്ത സമയത്താണ് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ തന്നെ മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളില്ലെന്നും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ സമയത്തൊക്കെ ഏതെങ്കിലും ആരോഗ്യമന്ത്രി രാജിവെച്ചതായിട്ട് നമുക്ക് അറിവില്ല. ആ സമയത്തൊക്കെ ഒരു ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇതൊക്കെ സിസ്റ്റത്തിന്റെ തകരാറാണ് എന്നാണ്. ഇതേപോലെ ഇവിടെ ഒരു സിസ്റ്റത്തിന്റെ തകരാറാണ് സംഭവിച്ചിട്ടുള്ളത്. ആ സിസ്റ്റത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിട്ടുള്ളത്. പക്ഷേ ഒരിടത്തും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ധാർമ്മിക ഉത്തരവാദിത്വം ഈ അടുത്ത കാലത്തെങ്കിലും ഏറ്റെടുത്ത് ആരും രാജിവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി നാളെ ഒരു സമയത്ത് പലവിധ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് വെച്ച രാജി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള BJP, അവരുടെ മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഇന്ന് രാജിവെച്ചു. ഇത് BJPയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, BJP ഒരു ദീർഘകാല പ്ലാനിങ്ങിലൂടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വലിയ ചില വിജയങ്ങളിൽ അഭിരമിച്ച് ആഹ്ലാദിച്ച് മടിപിടിച്ചിരിക്കുക, അതേപോലെ ഏതെങ്കിലും വലിയ തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് അതിന് നിലംപതിക്കുക അല്ലെങ്കിൽ പതിച്ചു പോകുന്ന ഒരു പാർട്ടി അല്ല BJP. BJP ദീർഘകാലമായിട്ടുള്ള പ്ലാനിങ് നടപ്പിലാക്കി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചടി, ഈ രാജി എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആത്മപരിശോധനയ്ക്കുള്ള സമയമാണ്. അതുകൊണ്ട് BJP ഈ രാജിയിൽ നമുക്ക് നിലവിലറിയാം, ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ പലവിധ മാർഗങ്ങളിലൂടെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരത്തിനായിട്ട് ഈ പാർട്ടി BJP ശ്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ഒന്നാമതായിട്ട് ഈ കേസിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിവേഗ കോടതികൾ, നിയമ നടപടികൾ വേഗത്തിലാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിച്ചു. അതേപോലെ തന്നെ ദേശീയ പരീക്ഷാ ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ ഇന്നലെ പുറത്താക്കി. അങ്ങനെ പല വിധത്തിലുള്ള നടപടികളിലൂടെ ഈ പരീക്ഷാ സംവിധാനം കുറ്റമറ്റതാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് ബി ജെ പി രാജ്യം ഭരിക്കുന്ന പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വന്നിട്ടുള്ള ഈ തിരിച്ചടി, അതായത് ഈ മന്ത്രിയുടെ രാജി, തീർച്ചയായിട്ടും അവർ ആത്മപരിശോധന നടത്തും. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കുറ്റമറ്റ രീതിയിൽ ഈ പരീക്ഷാ സംവിധാനം കുറെ കാലത്തേക്കെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കാരണം ഇതിനു മുമ്പും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അവർ ഭരിക്കുന്ന സമയത്ത് നമുക്കറിയാം, കർഷക സമരം വന്നു. വലിയ രീതിയിൽ രാജ്യം മുഴുവൻ കർഷക സമരം ആളിപ്പടർന്നു. എന്താ പക്ഷെ സംഭവിച്ചത്? ഇവിടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാം പറഞ്ഞു, അടുത്ത തവണ മോദി സർക്കാർ വരില്ല, മോദി സർക്കാരിന് വലിയ പരാജയം ഈ കർഷക സമരം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ശരിയാണ്, കർഷക സമരം വിജയിച്ചു. മോദി സർക്കാരിന് കാർഷിക ബില്ലിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പക്ഷേ സംഭവിച്ച നമ്മൾ കാണുന്നത് എന്താണ്? ആ പിന്മാറ്റത്തിന് ശേഷം വലിയ ഒരു ആത്മപരിശോധന ബി ജെ പിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും മോദി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധിയായിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾ, ജനോപകാരപ്രദമായിട്ടുള്ള നിരവധി ബില്ലുകൾ, ഇതൊക്കെ പാസ്സാക്കിക്കൊണ്ട് തുടർ ഭരണത്തിലേക്ക് ബി ജെ പി കുതിച്ചു കയറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ബി ജെ പിയെ സംബന്ധിച്ചോളം അവർക്ക് തിരിച്ചടി തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അവരതിൽ ആത്മപരിശോധന നടത്തി വലിയ രീതിയിൽ അവരത് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് 2029 ആർക്കെങ്കിലും പ്രധാനമന്ത്രിയാകാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ആ സ്വപ്നം എന്നുള്ളത് വൃഥാവിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ കുറിച്ചിട്ടാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടിയിരുന്നത് ആരാണ്? അത് ഇന്ത്യയിലെ പ്രതിപക്ഷമായിരുന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പോൾ അടുത്തിടെ കണ്ടുവരുന്ന ഒരു കാര്യം, ഓരോ ജനവിഭാഗങ്ങളും അവർക്ക് നേരെ ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർ നേരിട്ടിറങ്ങി സമരം നടത്തി വിജയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് കർഷക സമരത്തില് കാർഷിക ബില്ല് വരുന്ന സമയത്ത് വലിയ തോതിൽ കർഷക പ്രക്ഷോഭം ഉണ്ടാവുകയും കർഷകര് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയും വലിയ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മോദി സർക്കാരിന് കാർഷിക ബില്ല് പിൻവലിക്കേണ്ടതായിട്ടും ഇവിടെ പ്രതിപക്ഷ പാർട്ടികളുടെ കോൺഗ്രസിന്റെ റോൾ എന്തായിരുന്നു? അവർ കർഷക സമരത്തിന്റെ ഒന്ന് മുന്നിൽ വന്നുപോയി, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പിന്നിൽ വന്നുപോയി. ഇതാണ് അവരുടെ റോൾ. ഇവിടെയും യുവാക്കൾ ഒരു വലിയ വിഷയമായി മുന്നിട്ടിറങ്ങുന്ന സമയത്ത് എന്താണ് കോൺഗ്രസിന്റെ റോള്? സമരം ദിവസങ്ങളോളം മുന്നോട്ട് പോകുന്നു, അതിനുശേഷം സമരത്തിന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു, സമയം കിട്ടിയപ്പോൾ സമരത്തിന്റെ പിന്നിൽ വന്നു. ഇതാണ് കോൺഗ്രസിന്റെ റോൾ. വാസ്തവത്തില് പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു വിഷയം, എല്ലാത്തരം വിഷയങ്ങളും രാജ്യം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടത് പാർലമെന്റിലാണ്. പക്ഷെ പാർലമെന്റില് ഈ ഒരു വിഷയം, ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു നോട്ടീസ് നൽകുവാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല. കോൺഗ്രസ് പാർലമെന്റിൽ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തുവാൻ പോലും തയ്യാറായിട്ടില്ല. നേരെ മറിച്ച് കോൺഗ്രസ് ചെയ്തത്, നാട്ടിലെ യുവാക്കള് അവര് CJP എന്നുള്ള ഒരു ബാനറിൽ അവർ നടത്തുന്ന സമരത്തിന്റെ മുന്നിൽ പോയി നിന്ന് മേനി നടിക്കുക മാത്രമാണ് കോൺഗ്രസ് ചെയ്തത്. അതുകൊണ്ട് രാജ്യത്ത് ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം പൂർണ്ണമാവുകയുള്ളൂ. കാരണം ഭരണപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ അത് ശരിയല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടതും അത് തിരുത്തിക്കേണ്ടതും ചെയ്യേണ്ടത് പ്രതിപക്ഷമാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രതിപക്ഷം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം പ്രതിപക്ഷത്തിന്റെ സ്ഥാനത്ത് ഇന്ന് കർഷകരും യുവാക്കളും ഒക്കെ അവരുടെ സ്വന്തം നിലയ്ക്ക് അവര് സംഘടിച്ച് അവരവരുടെ അവകാശങ്ങളും അവരുടെക്ക് വേണ്ട ആനുകൂല്യങ്ങളും പിടിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെയെങ്ങും പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിനെ ഒടിക്ക് പോലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധി ചില സമയത്ത് ഏതെങ്കിലും ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വരും. കുറച്ചു നാൾക്ക് കഴിയുമ്പോൾ അദ്ദേഹം ആ വിഷയം കൈവിടും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉറച്ചു നിന്ന് അവസാനം വരെ ഒരു സമരം നടത്തുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അത് തെളിയിക്കുകയോ ആ വിഷയത്തിന്റെ പേരിൽ ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കി മുന്നോട്ട് പോകാനോ ഒന്നും അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം ചില വിഷയങ്ങൾ കൊണ്ടുവരും, 2-3 ദിവസം അല്ലെങ്കിൽ 5-10 ദിവസം കഴിയുമ്പോൾ ആ വിഷയങ്ങൾ അദ്ദേഹം ഉപേക്ഷിക്കും. ഇതാണ് കണ്ടുവരുന്നത്. അപ്പൊ വേണമെങ്കിൽ കോൺഗ്രസിന് ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാവുന്നത്, ഒരു സമരവും നടത്തി നാളിതുവരെ വിജയിപ്പിക്കാൻ സാധിക്കാത്ത രാഹുൽ ഗാന്ധിയെ ഒന്ന് മാറ്റിയിട്ട് വേണമെങ്കിൽ
ആദ്യ സമരം തന്നെ വിജയിപ്പിച്ച അഭിജിത്ത് ദീപ്കയെ പോലുള്ള ആളുകളെ വേണമെങ്കിൽ കോൺഗ്രസ് അവരുടെ നേതാവാകാൻ വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കാം എന്നുള്ളതാണ് ഒരു ഫ്രീ ഉപദേശം. ശരിക്കും രാജ്യത്തിൻ്റെ ഭരണപക്ഷത്തിനെ ക്രിയാത്മകമായിട്ട് ചലിപ്പിക്കുക, തിരുത്തുക എന്നുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിൻ്റെതാണ്. ആ ഉത്തരവാദിത്വത്തിൽ പ്രതിപക്ഷത്തിന് വിജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ വേറെ തിരുത്തൽ ശക്തികൾ ഉണ്ടായി വരും. അതാണ് നമുക്ക് കർഷക സമരത്തിലും അതേപോലെ തന്നെ ഈ ഇന്നിപ്പോൾ നടന്നിട്ടുള്ള ഈ ദിവസങ്ങളായിട്ട് നടന്നു വരുന്ന CJPയുടെ, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ യുവാക്കളുടെ സമരത്തിലുമൊക്കെ കാണാൻ സാധിക്കുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭരണപക്ഷത്തെ ക്രിയാത്മകമായിട്ട് ചലിപ്പിക്കുവാൻ, അവരെ തിരുത്തുവാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷം ഇല്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ദുര്യോഗം ആണെന്ന് പറയാതെ വയ്യ. നമസ്കാരം.